ഭരണാധികാരികളുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേക സമയം വെക്കാൻ പറഞ്ഞപ്പോൾ ഇമാം മാലിക് എന്നവർ കേട്ടിട്ടില്ല. കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് അതിന് അവസരമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഇമാം മാലിക് എന്നവർ കേട്ടിട്ടില്ല. ഇൽമ അങ്ങോട്ട് വരില്ല, ഇൽമിന് ഇങ്ങോട്ട് വരണമെന്നാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ പറഞ്ഞത്. മഹാനായ ഹമ്മാദ് ഇബ്നു സലമ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ധാരാളമായി വിതരണം ചെയ്യുന്ന ബുഖാരിയിലും മുസ്ലിമിലുമെല്ലാം അനവധി സനദുകളിൽ വരുന്ന മഹാപണ്ഡിതനാണ് ഹമ്മാദ് ഇബ്നു സലമ. ഈ ഹമ്മാദ് ഇബ്നു സലമ തങ്ങളവர்கள் അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം മദീനയിൽ ജീവിച്ച കാലത്തും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖാദിമായി കുട്ടിക്കാലത്ത് മുതൽ കൂടി തൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദറത്തിൽ തന്നെ കൂടിയതുകൊണ്ട് ധാരാളം ഇൽമ് കൈവശമുള്ള ചെറുപ്പക്കാരനായ സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആ അനസ് എന്നവർ തന്നെ പിടിവിടാതെ കൂടിയിരുന്ന സാബിത്തുനിൽ ബുനാനി എന്ന മഹാനായ സാബിത്ത് റഹ്മഹുല്ലാ മഹാനവർകളിൽ നിന്ന് നേരെ ഹദീസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന മഹാനായ പണ്ഡിതനാണ് ഹമ്മാദ് ഇബ്നു സലമ. ഒരു ചെറിയ സംഭവം മഹാനവറുകളുമായി ബന്ധപ്പെട്ടത് മുഖാത്തിബ് സാലിഹ് എന്നവർ ഉദ്ധരിക്കുകയാണ്. ഞാൻ ഹമ്മാദ് ഇബ്നു സലമ എന്നവരുടെ വീട്ടിലിരിക്കുകയാണ്. അവരുടെ സദസ്സിൽ ഇൽമു പഠിക്കുന്നതിന് വേണ്ടി സമ്മേളിച്ചിട്ടുള്ള കുറഞ്ഞ ആളുകൾ മാത്രമുള്ളപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് വീടിൻ്റെ വാതിലിൽ കതകിൽ ഒരു മുട്ട് കേട്ടപ്പോൾ വീടിൻ്റെ അകത്തെ വേലക്കാരിയോട് മഹാനവറുകൾ പറഞ്ഞു, ആരാണ് മുട്ടുന്നത് എന്ന് പറ, ആരാണ് മുട്ടുന്നത് എന്ന് ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ അവർ ചെന്നു ചോദിച്ചാൽ അവർ വിവരം പറയും. വിവരം പറഞ്ഞാൽ പിന്നീട് അനുവാദം ചോദിക്കും. ആ അനുവാദം ഇദ്ദേഹം പറഞ്ഞാൽ കൊടുത്താൽ കൊണ്ട് കിടക്കും. ഇങ്ങനെയാണ് പണ്ഡിതന്മാരുടെ ഒക്കെ രീതി. ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് ഇബ്നു സുലൈമാന്റെ ദൂതനാണ് എന്ന് ഈ ആഗതൻ മറുപടി നൽകി. മുഹമ്മദ് സുലൈമാൻ ഭരണാധികാരിയാണ്. ഉമവി ഭരണകൂടത്തിലെ ഒരു വലിയ ഭരണാധികാരിയായ മഹാനായ രാജാവും ഭരണാധികാരിയുമാണ് മുഹമ്മദ് ഇബ്നു സുലൈമാൻ. ഈ മുഹമ്മദ് സുലൈമാൻ അയച്ച ദൂതനാണ് എന്ന് പറഞ്ഞ് ആള് വന്നപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ദൂതനാണെങ്കിൽ ഒറ്റക്ക് കടന്നു വരാം, മറ്റാരും വേണ്ട, ഒറ്റക്കൊരാള്, അയാൾ മാത്രം, അയാളാന്നല്ല പറഞ്ഞ് അയാൾ കടന്നു വരണം. ഹമ്മാദ് ഇബ്നു സലമയുടെ നിഷ്കർഷയാണിത്. തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പരിവാര സമേതം ഒന്നായിട്ട് കടന്നു വരാൻ അദ്ദേഹം അനുവദിക്കില്ല. ആരാണ് ആവശ്യക്കാരെങ്കിൽ ആ ആവശ്യമുള്ളയാൾക്ക് അനുവാദം നൽകുകയാണ്. അദ്ദേഹം ഒറ്റക്ക് കടന്നു വരാൻ അദ്ദേഹം ഒരു കത്ത് നീട്ടുകയാണ്. മുഹമ്മദ് സുലൈമാൻ സന്ദേശിച്ചിട്ടുള്ള ഒരു സന്ദേശം വായിക്കാൻ പറഞ്ഞു ഹമ്മാദ് ഇബ്നു സലമ. വായിച്ചു നോക്കുമ്പോൾ മുഹമ്മദ് ഇബ്നു സുലൈമാൻ അദ്ദേഹമാണ് എഴുതുന്നത്. ഹമ്മാദ് ഇബ്നു സലമ എന്ന മഹാനർക്കാണ് എഴുതുന്നതെന്ന് ഫ്രമും ടൂവും ആദ്യവാചകമായുണ്ട്. മി മുഹമ്മദ് ഇബ്നു സുലൈമാൻ ഇല ഹമ്മാദ് ഇബ്നു സലമ. എന്താണ് പറയുന്നതെന്നറിയോ? എനിക്കൊരു പ്രശ്നമുണ്ട്, ഒരു മസ്അലയുണ്ട്. ആ മസ്അല ഒന്ന് തീർത്തു തരാൻ, പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടാൻ ഇത്രത്തോളം വന്നാലും എന്ന് ഹമ്മാദ് ഇബ്നു സലമയെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടുള്ളതാണ് കത്തിലെ വാചകം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇൽമൊരിക്കലും അങ്ങോട്ട് വരികയില്ല. ആർക്കാണ് മസ്അലയുള്ളത്, ആർക്കാണ് വിഷയമുള്ളത്, ആർക്കാണ് ചോദ്യമുള്ളതെങ്കിൽ അവരിങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് ഇൽമു വരുന്ന പ്രശ്നമില്ല. ബഹുമാനപ്പെട്ടവർ നിന്നു. ഇത് കണ്ട് കുറച്ച് ആലിമീങ്ങളാകുമ്പോഴൊക്കെ ഇതിങ്ങനെ തന്നെ പറയണമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വലിയ ആൾക്കാരാണ്. നമ്മളേതെങ്കിലും ഒരാൾ മസാല വെച്ചാൽ ഒരു കാരണവും ഇങ്ങോട്ടൊന്ന് വരിയെന്ന് പറഞ്ഞാൽ ഇൽമ ഇങ്ങോട്ട് തന്നെ വരട്ടേന്ന് പറഞ്ഞാൽ അതൊക്കെ കുരുത്തക്കേടാണ്. ആ കുരുത്തക്കേട് വളർക്കാനല്ല ഇത് പറയുന്നത്. ഹമ്മാദ് ഇബ്നു സലമയെ പോലുള്ള ഒരു മഹാൻ ഇൽമി വിതരണം ചെയ്തുകൊണ്ട് തൻ്റെ വീടിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് രാജദർബാറിൽ നിന്ന് മസ്അല ചോദിച്ചു വരുമ്പോൾ അവരെ കൂടി പഠിപ്പിക്കാനും അവരോടുള്ള നസീഹത്തുമാണ് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട ഹമ്മാദ് ഇബ്നു സലമ എന്ന് ഉറപ്പുലർത്തുന്നത്. അവർ പറഞ്ഞു, മസ്അലയുള്ളവർ ഇങ്ങോട്ട് വരാം എന്ന്. ഞാൻ അങ്ങനെ ഇരുന്നു. എന്താണ് ഉണ്ടാവുക എന്ന് പുലിവാല് കാണാൻ വേണ്ടിയിരിക്കുകയാണ്, അധികാരിയാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനാണ് ഈ മറുപടി. അദ്ദേഹം പറയുന്നു, ഞാൻ കുറച്ചു നേരം മുഖാത്തിബിന് സ്വാലിഹുൽ ഖുറാസാനി മഹാനവറുകൾ വിവരിക്കുന്നു, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ വാതിലിൽ മുട്ട് കേട്ടു. ഇതേ വാക്ക് തന്നെ പരിചാരിക വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആരാണ് വാതിലിൽ മുട്ടുന്നത് നോക്കുമ്പോൾ പിന്നെ പറയുന്നത് മുഹമ്മദ് ഇബ്നു സുലൈമാൻ എന്നാണ്. അധികാരിയാണ്, ഭരിക്കുന്നയാളാണ് വാതിൽക്കൽ വന്നിരിക്കുന്നത്. അപ്പോഴും അതേ വാക്ക് ഹമ്മാദ് ഇബ്നു സലമ പറയുന്നത്,
ഇങ്ങോട്ട് വരാൻ തനിച്ച് ഒരാൾ മാത്രം, വേറെ സംഘത്തെ കൊണ്ടോ പരിവാരത്തെ കൊണ്ടോ ഇങ്ങോട്ട് കിടക്കേണ്ട. അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് മാത്രം വരാൻ പറയൂ. അദ്ദേഹം വന്നു. അദ്ദേഹം വന്നു നിന്ന് മഹാനായ ഹമ്മാദ് ബിൻ സലമയെ കാണുമ്പോൾ ആ കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നത്, എന്താണിത് സംഭവം? നിങ്ങളെ നോക്കിക്കാണുമ്പോഴേക്ക് തന്നെയും ഞാനാകെ നടുങ്ങിപ്പോകുന്നു, എൻ്റെ വയറ് കാളുന്നു, എനിക്ക് എന്താണ് പറയേണ്ടത് സംസാരിക്കേണ്ടത് തിരിയുന്നില്ല, നിങ്ങളെ കാണുമ്പോഴേക്ക് തന്നെ ഇങ്ങനെ. മഹാനായ ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, സമിഅ്തു സാബിതൻ യഖൂൽ സമിഅ്തു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഖൂൽ. അനസ് ബിൻ മാലിക് എന്നവർ പറയുന്നതായി സാബിത്ത് എന്നവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അനസ് ബിൻ മാലിക് പറയുന്നത്, സമിഅ്തു നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ആലിമ ഇദാ അറാദ ബിഇൽമിഹി വജ്ഹല്ലാഹ് ഹാബഹു കുല്ലു ശൈ. അല്ലാഹുവിന്റെ വജ്ഹിനെ ലക്ഷ്യമാക്കിക്കൊണ്ടും അല്ലാഹുവിന്റെ തിരുദാത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ ഇൽമു കൊണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ആ ഇൽമു കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ ഹാബഹു കുല്ലു ശൈ, നിങ്ങൾ മാത്രമല്ല എന്ത് വസ്തുക്കളും അവനെ ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്യും. അതൊരാദരവിന്റെ ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ആ ഹൈബത്ത് അല്ലാഹുവിനെ ലക്ഷ്യമാക്കുന്ന ഒരു ആലിമിനുണ്ടാകും. നിങ്ങൾ നടുങ്ങുന്നെങ്കിൽ ഇങ്ങനെ ലക്ഷ്യമാക്കുന്ന ആളുടെ സ്ഥിതിയാണിത്. അതേസമയം പഠിച്ച ഇൽമു കൊണ്ട് പണമുണ്ടാക്കാനാണ് ഒരാൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ, പണമുണ്ടാക്കണമെന്നാണ് ആ ഇൽമു കൊണ്ട് അയാളുടെ ലക്ഷ്യമെങ്കിൽ, അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്, അതിനെന്തെല്ലാം വഴികളുണ്ട്, അതിനെന്തെല്ലാം സൂത്രങ്ങളുണ്ട്, അതിനെന്തൊക്കെ തക്കിടികളുണ്ട്. ഇതാണ് ഒരു ആലിമിന്റെ ഇൽമു കൊണ്ട് അയാൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ എന്തിനേയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്, ഹാബ മിൻ കുല്ലി ശൈ, എന്തും ഈ ആലിമിന് ഭയമായിരിക്കും, ആരെയും ഭയമായിരിക്കും എന്ന്. മൃഗങ്ങളും ഹിംസ്ര ജന്തുക്കളും കാട്ടുജീവികളും അടക്കമാണ് കുല്ലു ശൈ. അത്തരം അനുഭവങ്ങൾ ധാരാളം റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരിലും താബിഈ പ്രമുഖന്മാരിലും മഹത്തുക്കളായ ഇമാമുകളിലുമുണ്ട്. എല്ലാം പേടിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, ഇതുപോലുള്ള രാജാക്കന്മാർ മാത്രമല്ല, ആ വിധത്തിൽ പേടിയുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് മഹാനവർ ഇതിന് മറുപടി നൽകിയത്. ആ മറുപടി നൽകി കഴിഞ്ഞ ശേഷം അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ഒരാളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉത്തരമാണ്, നിങ്ങളുടെ മറുപടിയാണ് കിട്ടേണ്ടത്. അയാൾക്ക് 2 പുത്രന്മാരുണ്ട്. ആ പുത്രന്മാരിൽ നിന്ന് ഒരാളോട് അയാൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമുള്ള ആൾക്ക് ധനത്തിൽ നിന്ന് 1/2 ഭാഗം അയാൾക്ക് വസിയത്ത് ചെയ്യാൻ വേണ്ടി അയാൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ വസിയത്ത് ചെയ്തുകൊണ്ട് അയാൾക്ക് പ്രത്യേകമായി 1/2 ഭാഗം, ബാക്കി 1/1 ഭാഗമല്ലേ ഞാൻ അവിടെ ഉണ്ടാവും അവകാശികൾക്ക്, ഈ 1/2 ഭാഗം അയാൾക്ക് കൊടുക്കാനാണെങ്കിൽ എന്താണ് അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം? മഹാനായ ഹമ്മാദ് ബിൻ സലമ തങ്ങൾ അവർകൾ ഗുണകാംക്ഷയോടുകൂടെ അദ്ദേഹത്തോട് പറയുന്നില്ല, റഹിമക്കല്ലാഹ്, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫഇന്നി സമിഅതു സാബിതൻ അൽ ബുനാനി, സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ ഞാൻ കേട്ടു, യഖൂലു സമിഅതു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് എന്നവരെ ഞാൻ കേട്ടു, യഖൂലു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പുന്നാര നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അറാദ അൻ യുഅദ്ദിബ അബ്ദൻ ബിമാലിഹി വഫഖഹു ഇൻദ മൗതിഹി ലിവസിയത്തിൻ ജായിറ. അല്ലാഹു ഒരു സമ്പന്നനെ അയാളുടെ സമ്പത്തിന്റെ പേരിൽ ശിക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആ ശിക്ഷ അയാൾക്ക് ലഭിക്കുന്നതിന് അയാളെ അല്ലാഹു ഒരുക്കുന്നത് എങ്ങനെയെന്നാൽ, ശരിയല്ലാത്ത അക്രമപരമായ ക്രമരഹിതമായ വസിയത്ത് ചെയ്യാൻ വേണ്ടി അയാളെ അല്ലാഹു തആല നിർബന്ധിക്കും. ആ ഒരു ചുറ്റുപാട് അയാൾക്ക് തോന്നും. അങ്ങനെ തോന്നിയാൽ ആ തോന്നുന്ന അനുസരിച്ച് അയാൾ ചെയ്യുന്ന വസിയത്ത് ജായിറത്തായ വസിയത്താണ്. ഇതുമൂലം മറ്റ് അവകാശികൾക്ക് തടയുന്ന ആ ചിന്ത അയാൾക്ക് വരുന്നത് കൊണ്ട് അയാൾക്ക് അല്ലാഹു തആലയുടെ ശിക്ഷയ്ക്ക് അർഹനാകും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മതിയായി. ദീനിയായ അറിവ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ രാജാവ് വരുന്നത്.
രാജാവിന് ആ കിട്ടാൻ വേണ്ട മാർഗമാണ് വേണ്ടതും. അല്ലെങ്കിൽ അയാൾക്ക് ചോദിക്കാനൊന്നുമില്ലാതെ ഇഷ്ടം പോലെ ചെയ്താൽ പോരെ. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളോ ഉമറാക്കളോ അല്ലെങ്കിൽ നാട്ടുമൂപ്പന്മാരോ ഒന്നും അല്ല. ഇത് ഭരണാധികാരികൾ പണ്ഡിതന്മാരെ സമീപിച്ചുകൊണ്ട് മറുപടികൾ തേടി ആ മറുപടിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. എങ്കിലും രാജധർമ്മം അനുസരിച്ചുള്ള കീഴ്വഴക്ക പ്രകാരം കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കുക എന്ന് പറയുന്നത് സാധാരണ അപമര്യാദയല്ല. ഈ അപമര്യാദയില്ലാത്ത കാര്യമാണ് രാജാവ് ഇവിടെ പ്രകടിപ്പിച്ചത്. പക്ഷേ അതിന് കണക്കിന് കിട്ടി, വേണ്ട ഉപദേശം കിട്ടിയപ്പോൾ ചെന്ന് മറുപടി പറഞ്ഞത് സംതൃപ്തമായ അദ്ദേഹത്തിന്. ആ സംതൃപ്തമായ മറുപടിക്ക് ശേഷം ബഹുമാനപ്പെട്ടവർ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കിയുള്ള ഇൽമ് എന്ന് പറഞ്ഞതിനെ മഹാനവറുകളുടെ ഈ ജീവിതത്തിൽ തന്നെ മഹാനവർ തെളിയിക്കുകയാണ്. മുഹമ്മദ് ബിൻ സുലൈമാൻ ചോദിക്കുന്നു, ഫഹാജത്തുൻ ഇലൈക, ഒരാവശ്യം കൂടി അങ്ങയിലേക്ക് എനിക്കുണ്ട്. അങ്ങയെ സംബന്ധിച്ച് എനിക്ക് ഒരു ആവശ്യം കൂടിയുണ്ട്. എന്തേ? 40,000 ദിർഹം, ഒരു 40,000 ദിർഹം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 40,000 ദിർഹം അങ്ങ് മേടിച്ച് അങ്ങേക്ക് വേണ്ട സംഗതികളിൽ, അങ്ങേക്ക് വേണ്ട ആവശ്യങ്ങളിൽ ചെലവഴിക്കണം. മാനവറുകൾ ഹമ്മാദ് ബിൻ സലമ പറയുന്നു, ഉർദുദ്ഹാ അലാ മല്ലം തഹൂബിഹാ, ഈ 40,000 വെള്ളികൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് അന്യന്റെ അവകാശങ്ങളിൽ കവർന്നതാണ്. ആ കവർന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുത്താൽ അത് അവരുടെ കയ്യിലെത്തും. അതുകൊണ്ട് ഇവിടെ അത് ആവശ്യമില്ല, ആക്രമിച്ചിട്ടുള്ള സ്വത്തുക്കൾ ഇവിടെ ആവശ്യമില്ലെന്ന്. ആ സമയത്ത് മുഹമ്മദ് ബിൻ സുലൈമാൻ പറയുന്നു, അങ്ങയെക്കുറിച്ച് എനിക്കറിയാം, അങ്ങയുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവന്നത് വല്ലാഹി മാ യുതീക ഇല്ലാ മാ വറസുഹു, ഞാൻ അനന്തരമെടുത്തിട്ടുള്ള എൻ്റെ അനന്തര സ്വത്ത്, എനിക്ക് വാപ്പപ്പാപ്പാരിൽ നിന്ന് വിറാസത്ത് കൊണ്ട് കിട്ടിയിട്ടുള്ള, ഇർസായി കിട്ടിയിട്ടുള്ള സ്വത്തല്ലാത്ത രാജകീയ നിലയിൽ വാങ്ങിയിട്ടുള്ള ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ബൈത്തുൽമാലിലെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ വാപ്പപ്പാപ്പാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പരമ്പരാഗതമായ ധനത്തിൽ നിന്നാണ് ഈ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുന്നു, ലാ ഹാജത ലീ ബിഹാ, എനിക്കതിൽ ആവശ്യമില്ല. എന്നിൽ നിന്നും ഇത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തിന്റെ ചുമടുകൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചുരുട്ടിത്തരും. എന്നെ ഇതിൽ ഭാഗവാക്കാകാതെ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ആ ഭാരത്തിൽ നിന്ന് എന്നെ നിങ്ങൾ ഒഴിവാക്കിയതിന് പകരം നിങ്ങളുടെ പാപച്ചുമടുകളിൽ നിന്ന് അല്ലാഹു നിങ്ങൾ ഒഴിവാക്കും. എത്ര ഗുണകാംക്ഷയോടുകൂടിയാണ് സംസാരിക്കുന്നത്, ദേഷ്യമല്ല. നിങ്ങളുടെ പാപം പൊറുക്കാൻ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് മഹാനവറുകൾ പറയുന്നു. എന്നാൽ മറ്റൊരു കാര്യം പറയട്ടെ, ഇതല്ല, ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ എന്നും പറയാം. ദീനിൽ അപമാനകരമല്ലാത്ത, താഴ്ചയല്ലാത്ത, നിന്ദയല്ലാത്ത, റസിയ്യത്തും ഫീ ദീനില്ല അല്ലാത്ത എന്തു കാര്യവും നിങ്ങൾക്ക് പറയാം. പറയൂ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഈ കൊണ്ടുവരുന്നത് എടുത്തിട്ട് നിങ്ങൾ സാധുക്കളായ ആളുകളുണ്ടാകുമല്ലോ, ആവശ്യക്കാർ, അവർക്ക് നിങ്ങൾ വിതരണം ചെയ്യുക. നിങ്ങൾ എടുക്കേണ്ട, നിങ്ങൾക്കും വേണ്ട, നിങ്ങളിത് വിതരണം ചെയ്യുന്ന കാര്യം. വലിയ ഉസ്താദന്മാരെ മൂല്യന്മാരെ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ കൊടുക്കാറുണ്ടല്ലോ, ആ തന്നു കൊടുക്കലാണ് ഈ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഈ 40,000 ദിർഹം തരാം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാനിത് വാങ്ങി വച്ചാൽ, ആളുകൾക്ക് വിതരണം ചെയ്താൽ, ആർക്കെങ്കിലും കിട്ടാതെ വന്നാൽ ആ കിട്ടാതെ വരുന്ന ആള് പറയും, ഇതൊരിക്കലും നീതിപരമായിട്ടുള്ള വിതരണമല്ല, നീതിപൂർവകമായ വിതരണമല്ല, അനീതിയാണ് ഇദ്ദേഹം കാണിച്ചതെന്ന്. അങ്ങനെ എന്തുകൊണ്ട് പറയിപ്പിക്കണം? അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾ എനിക്ക് നൽകാതിരിക്കൂ. നിങ്ങൾ എന്നെ ഒന്ന് ഈ ദുരിതത്തിൽ നിന്ന് ഒഴിവാക്കി, നിങ്ങൾ അതുകൊണ്ട് എന്താണ്, ആർക്കാണ് വിതരണം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നേരിട്ട് വിതരണം ചെയ്തുകൊള്ളൂ നിങ്ങളുടെ സ്വത്ത് എന്ന് മഹാനവറുകൾ വിവരിക്കുകയും ആ പണം രാജാവ്, അധികാരി ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരികയും ചെയ്തു. ഇതാണ് ഇൽമ്. ഈ ഇൽമിനെയാണ്, ആ ഇൽമിന്റെ അറിവാളനെയാണ് ഹമ്മാദ് ബിൻ സലമ എന്നവർ മഹാനവറുകളെ കണ്ട് പേടിച്ച് നെട്ടിയ മുഹമ്മദ് ബിൻ സുലൈമാനോട് നിങ്ങളെന്നല്ല എല്ലാ വസ്തുക്കളും പേടിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്തരം ആലിമുകൾ ഇൽമിനെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചവരാണ്. ഇൽമ് അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല സമ്മാനിച്ചത് അള്ളാഹുവിൻ്റെ അമാനത്തായി അതിനെ കണ്ടവരാണ്. ആ അമാനത്ത് ഏൽപ്പിച്ചിട്ടുള്ള ആളുടെ ചുമതലകൾ എന്താണ്, അമാനത്ത് ലഭിച്ചിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരാണ്. ആ ബോധ്യപ്രകാരമാണ് മഹാനവറുകൾ ആ സമയത്ത് പ്രവർത്തിക്കുന്നത്, ഏത് സമയത്തും പ്രവർത്തിച്ചത്.